വെൽക്കം ബാക്ക് ടു ഇൻഷുറൻസ് വേൾഡ്സ്. അപ്പോൾ നമുക്ക് പലപ്പോഴും ഉള്ളൊരു ഡൗട്ടാണ്, നമ്മുടെ കയ്യിലൊരു കമ്പനി നൽകുന്ന ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസി ഉണ്ട്. നമുക്ക് 5 ലക്ഷം രൂപയ്ക്ക് കമ്പനി ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസി തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഉണ്ട്. അതുപോലെ തന്നെ പലർക്കും മെഡിസെപ്പ് പോളിസിയാണ് കൈവശമുള്ളത്. അപ്പോൾ ഇങ്ങനെ കമ്പനി നൽകുന്ന ഗ്രൂപ്പ് ഇൻഷുറൻസുകൾ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ മെഡിസെപ്പ് പോളിസികളുള്ളവർ, ഇതൊക്കെ ഉള്ളവർ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഇൻഡിവിജ്വലായിട്ട് ഒരു പാരലലായിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി, നമുക്ക് റീറ്റെയിൽ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി കൂടി ഒന്ന് പർച്ചേസ് ചെയ്ത് വെക്കുക. സോ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും കമ്പനി നൽകുന്ന ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസികൾ എപ്പോഴും നമുക്ക് ഹെൽപ്പ് ആവണമെന്നില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കമ്പനിയിൽ നമ്മൾ എത്ര കാലം ആ ഒരു കമ്പനിയിൽ തുടരുന്നുവോ അതുവരെ മാത്രമേ ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആ കമ്പനി നൽകുന്നത് നമുക്ക് ലഭിക്കത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ആ കമ്പനിയിൽ ജോലി റിസൈൻ ചെയ്ത് വരികയോ അല്ലെങ്കിൽ വേറെ ഒരു കമ്പനിയിലേക്ക് നമുക്ക് മാറുകയോ ചെയ്യുകയാണെങ്കിൽ, ഇൻ ബിറ്റ്വീൻ ആ ഒരു ടൈമിനിടയ്ക്ക് നമുക്കൊരു ഹോസ്പിറ്റലൈസേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് അവിടെ ഇല്ല എന്ന് ഓർക്കുക. സോ മാത്രമല്ല, ഒരു പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ എടുത്തു വയ്ക്കുകയാണെങ്കിൽ തന്നെ പല വെയിറ്റിംഗ് പീരീഡുകൾ, സർജറിക്കോ എല്ലാം തന്നെ 2 വർഷത്തെ വെയിറ്റിംഗ് പീരീഡൊക്കെ ഇന്ത്യയിൽ വരുന്നുണ്ട്. സോ ദാറ്റ് ഒരു പാരലലി നിങ്ങൾക്ക് ഒരു ചെറിയ കവറേജ് ആണ് ഉള്ളതെങ്കിൽ, ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസിയൊക്കെയാണ് ഉള്ളതെങ്കിൽ, ഓക്കെ, നിങ്ങൾ ബ്ലൈൻഡ്ലി ഒരു കോർപ്പറേറ്റ് ഇൻഷുറൻസിനെ ട്രസ്റ്റ് ചെയ്യാതെ പാരലലി നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് കൂടി എടുത്തു വയ്ക്കുകയാണെങ്കിൽ നമുക്കത് പല വിധത്തിൽ ഉപകരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കുക. നമുക്ക് കമ്പനി നൽകുന്ന ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസികൾക്ക് നമുക്ക് ഏത് അസുഖങ്ങൾക്കും വെയിറ്റിംഗ് പീരീഡ് ഒന്നും ബാധകമല്ല എന്നൊരു നേട്ടമുണ്ടെങ്കിൽ പോലും പല ബാക്കിയുള്ള കാര്യങ്ങളിലും നമുക്കതിൽ പല ദോഷവശങ്ങളും ഉണ്ടെന്ന് നമ്മൾ ഓർക്കുക. സോ നമ്മളൊരു പ്രൈവറ്റ് ഇൻഷുറൻസിൽ പല നേട്ടങ്ങളെക്കുറിച്ച് ഇനി നോക്കാം. സോ ഇങ്ങനെ ഇൻഡിവിജ്വൽ ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് പ്രായം കുറയും തോറും നിങ്ങൾക്ക് പ്രീമിയം കുറവായിരിക്കും. പിന്നീട് ഹെൽത്ത് ഇൻഷുറൻസിനെ സംബന്ധിച്ചിടത്തോളം പ്രായം കൂടുമ്പോഴാണ് നമുക്ക് ഈ പ്രീമിയം വർദ്ധിച്ചു തുടങ്ങുന്നത്. സോ വളരെ യങ് ഏജിൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പല അസുഖങ്ങളുടെ വെയിറ്റിംഗ് പീരീഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിട്ടുന്നതാണ്. പ്രീമിയം വളരെ അഫോർഡബിൾ ആയിരിക്കും. മാത്രമല്ല, നിങ്ങൾ അടയ്ക്കുന്ന പ്രീമിയത്തിന്, നിങ്ങൾ ഇൻകം ടാക്സ് അടയ്ക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് സെക്ഷൻ 80D പ്രകാരം ടാക്സ് ബെനിഫിറ്റ് അടക്കം ലഭിക്കുന്നതാണ്. പിന്നെ പല കമ്പനികളും നമുക്ക് ക്ലെയിം ഫ്രീ ഇയറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ പ്രൈവറ്റ് കമ്പനികളും ഈ 10%, 20% വെച്ച് ബോണസുകളൊക്കെ നൽകുന്നുണ്ട്. ഇതിന് നോ ക്ലെയിം ബോണസ് എന്ന് പറയും. അതായത് ക്ലെയിം ഇല്ലാത്ത വർഷം നമുക്ക്, ഫോർ എക്സാമ്പിൾ 10 ലക്ഷത്തിൻ്റെ സം അഷ്യൂർഡാണ് നമ്മൾ പോളിസി എടുത്തതെങ്കിൽ അതിൻ്റെ 20%, ഓക്കെ, അതായത് 2 ലക്ഷം രൂപ വെച്ച് നമുക്ക് ബോണസായിട്ട് ആഡ് ചെയ്ത് തരുന്നതാണ്. ഇങ്ങനെ 5 വർഷം കൊണ്ട് നമുക്ക് ആ ബേസ് സം അഷ്യൂർഡ് തന്നെ വീണ്ടും ആഡ് ഓൺ ചെയ്ത് കിട്ടുന്നതാണ്. അതായത് 10 ലക്ഷം എടുത്ത വ്യക്തിക്ക് വീണ്ടും ഒരു 10 ലക്ഷം രൂപ നോ ക്ലെയിം ബോണസായിട്ട് തന്നെ ലഭിക്കുന്നതാണ്. സോ ഇങ്ങനെ പല ബെനിഫിറ്റും നമുക്ക് പറഞ്ഞുകൊണ്ട് പോവാം. അപ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ്, അതും പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ്, ഒന്ന് പാരലലി മെയിൻറ്റെയിൻ ചെയ്തു പോകാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ, കമ്പനി നൽകുന്ന ഗ്രൂപ്പ് ഇൻഷുറൻസ് നല്ലതാണ്. അതിനേക്കാളും വളരെ നല്ലതാണ് നിങ്ങൾ പാരലലി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി മെയിൻറ്റെയിൻ ചെയ്തു പോവുക. അത് നിങ്ങൾക്ക് അടുത്തുള്ള ആശുപത്രികളിൽ ക്യാഷ്ലെസ് സംവിധാനം ലഭിക്കുന്നതിനും ഇതുപോലുള്ള പല ബെനിഫിറ്റ്സ് ലഭിക്കുന്നതിനും ഉപകരിക്കുന്നതാണ്. സോ ഇതുപോലുള്ള കൂടുതൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് കാണുന്നതിന് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് മറക്കാതെ ഷെയർ ചെയ്യണേ. മാത്രമല്ല, നമുക്ക് ഈ ഒരു പോളിസികൾ, ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസികൾക്കൊപ്പം തന്നെ പാരലലി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി കൂടി പർച്ചേസ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് നമ്പർ വഴി ബന്ധപ്പെടുകയോ ചെയ്യാം. എൻ്റെ പേര് ശിവ, ഞാനൊരു ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസറാണ്. താങ്ക് യു.